ഹോല, ഇന്ന് നമ്മൾ കുറച്ച് കളർ പേപ്പേഴ്സ് വെച്ചിട്ട് ഒരു പൂച്ചക്കുട്ടീനെ ഉണ്ടാക്കാൻ പോവാണ്. വെറും പൂച്ചയല്ല, തലയും വാലൊക്കെ ആട്ടാൻ പറ്റുന്ന ഒരു പൂച്ചക്കുട്ടി. സോ ആദ്യമായിട്ട് ഞാൻ അതിന്റെ ഫിഗർ ഒരു റഫ് പേപ്പറിൽ വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് വരക്കാം. ശേഷം ഞാൻ 2 ബ്രഷ് പെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണും. എന്നിട്ട് ഞാൻ കളർ ചെയ്ത പോലെ കളർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ കളർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഫേസിലുള്ള 2 സർക്കിൾസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബോഡിയിലും ടെയിലിലും കൊടുത്തിട്ടുള്ള സർക്കിൾസ് നമ്മൾ പഞ്ച് ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി കണ്ണിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ഓഫ് ബ്ലൂ പേപ്പറും അതിലേക്ക് 2 കുട്ടി ബ്ലാക്ക് സർക്കിൾസും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫേസിന്റെ അതേ ഷേപ്പ് ആൻഡ് സൈസിൽ ഒരു പേപ്പർ കൂടി കട്ട് ചെയ്തിട്ട് അതിലേക്കാണ് നമ്മൾ ഈ കണ്ണ് വെച്ചു കൊടുക്കാൻ പോകുന്നത്. വെറുതെ പിൻട്രസ്റ്റ് ഒക്കെ സ്ക്രോൾ ചെയ്തൊക്കെ കിട്ടിയതാണിത്. എന്റെ വൈറ്റ് ഗ്ലൂ മിസ്സിംഗ് ആയതുകൊണ്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പിലാണ് ഫുള്ള് ഒട്ടിച്ചെടുക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള ഗം യൂസ് ചെയ്യാം. കണ്ണിന്റെ ആ ബ്ലാക്ക് സർക്കിളിൽ 2 വൈറ്റ് ഡോട്ട്സ് കൂടി ഇട്ട് കൊടുക്കുക. ഇതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഈ ക്രാഫ്റ്റിലെ ട്രിക്കി പാർട്ട്. ഇതുപോലെ 2 സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. അതിന്റെ സെന്ററിലായിട്ട് ഒരു കുട്ടി സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ചുറ്റും ഇതുപോലെ 4 ലൈൻസ് ഇട്ട് കൊടുക്കുക. ആ 4 ലൈൻസും കട്ട് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ബോഡിയിലും വാലിലും 2 ഹോൾ ഇട്ട് കൊടുത്തില്ലേ, അത് കൂടെ ഈ സർക്കിൾ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. ഇനി ഇത് ഒട്ടിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ കാണുന്ന പ്രൊജക്ട് ചെയ്തിരിക്കുന്ന സർക്കിളിന്റെ പാർട്ടിൽ മാത്രമായിരിക്കണം ഗമ്മാക്കേണ്ടത്. വേറെ എവിടെയും ഗമ്മാക്കരുത്. അത് മാത്രമാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഹെഡും വാലൊക്കെ മൂവ് ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾ ഫേസും ടെയിലും ഒട്ടിച്ചു കൊടുക്കാണ് ഇതുപോലെ. ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ മറന്നുപോയി, അതോടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളുടെ പൂച്ച സർ റെഡി. ഇനി ഇവനെ നമുക്ക് ടേബിളിലൊക്കെ വെക്കണല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ട്രയാങ്കിൾ ഇതുപോലെ ഉണ്ടാക്കുക. എന്നിട്ട് ബാക്കിൽ വെച്ചു കൊടുക്കാം. അപ്പൊ എങ്ങനെയാ ഈ പൂച്ചക്കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആണ് മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഞാൻ ഇങ്ങനെയാണ് ഇവനെ സ്റ്റഡി ആയിട്ട് നിർത്തിയിട്ടുള്ളത്. നന്നായിട്ട് കമന്റ് ഇടുന്ന ഒരാൾക്ക് മന്ത് എൻഡിങ് ആകുമ്പോൾ ഒരു നല്ല ഗിഫ്റ്റോടെ ഞാൻ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.